ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോശവുമായി ബന്ധപ്പെട്ട PSC മുൻകാലങ്ങളിൽ ആവർത്തിക്കുന്ന ചോദ്യ ഉത്തരങ്ങളാണ്. ആദ്യ ചോദ്യം, കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സൈറ്റോളജി. കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ പുസ്തകം ഏതാണ്? കോശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ പുസ്തകം ഏതാണ്? ഉത്തരം മൈക്രോഗ്രാഫിയ. 1665 മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ഹുക്ക് ആണ്. നാലാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശം. അഞ്ചാമത്തെ ചോദ്യം, സസ്യകോശം കണ്ടെത്തിയത് ആര്? സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. MJ സ്ലീഡൻ. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. തിയോഡർ ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. വർഷം 1839. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡമാണ്, ഓവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജം, സ്പേം ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആര്? ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആര്? ആന്റൺ വാൻ ല്യൂവൻ ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹുക്ക് ആണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഏകകം ഏതാണ്? ഉത്തരം കോശമാണ്. കോശത്തിലെ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം റൈബോസോം ആണ്. റൈബോസോം. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഏതാണ്? ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കോശ സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ആണ്. കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും. സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഘടകങ്ങളാണ് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും. കോശത്തിലെ ജെല്ലി പോലുള്ള ദ്രവം ഏതാണ്? കോശത്തിലെ ജെല്ലി പോലുള്ള ദ്രവം ഏതാണ്? സൈറ്റോപ്ലാസമാണ്. ലൈസോസോം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലൈസോസോം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സൂയിസൈഡ് ബാഗ് ഓഫ് ദി സെല്ല്. സൂയിസൈഡ് ബാഗ് ഓഫ് ദി സെൽ. കോശത്തിന്റെ ആത്മഹത്യാ സെഞ്ചി എന്ന് അറിയപ്പെടുന്നത് ലൈസോസോം ആണ്. കോശ വിഭജനം നടക്കുന്ന ഭാഗം ഏത്? കോശ വിഭജനം നടക്കുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ATP നിർമ്മിക്കുന്ന കോശ അവയവം ഏതാണ്? ATP നിർമ്മിക്കുന്ന കോശ അവയവം ഏതാണ്? അത് മൈറ്റോകോൺട്രിയ ആണ്. സസ്യകോശത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? സസ്യകോശത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകാശ സംശ്ലേഷണം. കോശത്തിന്റെ പുറം കവചം ഏതാണ്? കോശത്തിന്റെ പുറം കവചം ഏതാണ്? കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ ആണ്. DNA അടങ്ങിയിട്ടുള്ള കോശഭാഗം ഏതാണ്? DNA അടങ്ങിയിട്ടുള്ള കോശഭാഗം ഏതാണ്? അത് ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ഗതാഗത സംവിധാനം എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? കോശത്തിലെ ഗതാഗത സംവിധാനം എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗോൾഗി കോംപ്ലക്സ് ആണ് കോശത്തിലെ ട്രാഫിക് പോലീസ്. ഗോൾഗി ബോഡി ഏത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? പ്രോട്ടീൻ സംസ്കരണവും ശ്രവണവും നടത്തുന്നത് ഗോൾഗി ബോഡികളാണ്. സസ്യകോശത്തിലെ വലിയ വാക്യൂൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? സസ്യകോശത്തിലെ വലിയ വാക്യൂൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്?
സംഭരിക്കുന്നു. പ്രധാനമായും എന്താണ് സംഭരിക്കുന്നത്? ജലത്തെ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. കോശഭിത്തി പ്രധാനമായും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോശഭിത്തി പ്രധാനമായും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം സെല്ലുലോസ് കൊണ്ട്. സസ്യകോശത്തിലെ പച്ച നിറത്തിന് കാരണം ഏത് പിഗ്മെന്റ് ആണ്? സസ്യകോശത്തിലെ പച്ച നിറത്തിന് കാരണമായ പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ ആണ്. ലൈസോസോമിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ലൈസോസോമിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? മാലിന്യങ്ങളെ ദഹിപ്പിക്കലാണ്. മാലിന്യങ്ങൾ ദഹിപ്പിക്കലാണ് ലൈസോസോമിന്റെ പ്രധാന പ്രവർത്തനം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ 2 തരങ്ങൾ ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രധാനമായും 2 തരത്തിലാണ് ഉള്ളത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത എന്താണ്? റഫ് ആയിട്ടുള്ള ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? റൈബോസോം അടങ്ങിയിട്ടുണ്ട്. റൈബോസോം അടങ്ങിയിരിക്കുന്നതാണ് റഫ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾജി ബോഡികളുടെ മറ്റൊരു പേര് എന്താണ്? ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് എന്നറിയപ്പെടുന്നത് ഗോൾജി ബോഡികളാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശ അവയവം ഏതാണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശ അവയവം ഏതാണ്? അത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. DNA എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? DNA എന്നതിന്റെ പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNAയുടെ പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. നെക്സ്റ്റ്, RNAയുടെ ഫുൾ ഫോം എന്താണ്? RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. മൈറ്റോകോൺട്രിയയിൽ നിർമ്മിക്കുന്ന ഊർജ മോളിക്യൂൾ ഏതാണ്? ATP അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. മൈറ്റോകോൺട്രിയയിൽ നിർമ്മിക്കുന്ന ഊർജ മോളിക്യൂൾ ഏതാണ്? ATP ആണ്. മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. സസ്യകോശവും മൃഗകോശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? സസ്യകോശവും മൃഗകോശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? സസ്യകോശത്തിൽ കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. ഏറ്റവും ചെറിയ കോശം ഏത്? ഉത്തരം മൈക്കോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഉത്തരം മൈക്കോപ്ലാസ്മ. ജലം, വിസർജ്യ വസ്തുക്കൾ, ലവണങ്ങൾ എന്നിവ സംഭരിച്ചു വയ്ക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? ഉത്തരം ഫേനമാണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം. മനുഷ്യ ശരീരകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡി. അതായത് ആകെ 46 എണ്ണം. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA ആണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. പാരമ്പര്യ വാഹകൻ എന്ന് അറിയപ്പെടുന്നത് ഹെറിഡിറ്ററി മെറ്റീരിയൽ ഏതാണ്? DNA ആണ്.